ഹലോ ഗായ്സ്, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുണ്ടല്ലോ, ഞാൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ വിചാരിച്ചോട്ടെ. ഞാനങ്ങനെ എക്സാം കഴിഞ്ഞ് വന്നതാണ്. രാവിലെ പോയിട്ട് ഇപ്പോഴാണ് എത്തുന്നത്. ഉച്ചക്കാണ് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യണത്. രാവിലെ മദ്രസ ഉണ്ട്, പിന്നെ അവിടുന്ന് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഓന് നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടത്. അപ്പോൾ ഓനോട് ബലം വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓനക്കായിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇതിൻ്റെ അടുത്ത് കുറേ കളേഴ്സ് നൂലുണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും അറിയുന്നില്ല. നടുവിലൊക്കെ നല്ല സ്പേസ് വരും. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ചെയ്തുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു, ഉമ്മച്ചി ഞാൻ കുളിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെയ്യണത് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഞാൻ കുളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കളർ ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറേ നൂലൊക്കെ വലിച്ച് കെട്ടി അങ്ങനെ ഞാൻ കുളിച്ച് വന്നു. അങ്ങനെ ഇപ്പം എന്തൊക്കെയോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വർക്ക് ചെയ്യണത് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്യൂസ് വരാറുണ്ട്. ഓരോരുത്തരുടെ അപ്പുറത്തെ കളർ ഇതിൽ ഇപ്പോൾ കലർന്നിട്ട് വേറെ രണ്ടും മിക്സഡ് കളറാവും. അങ്ങനെ ബാക്കത്തെ നൂല് പൊട്ടും, അതുപോലെ തന്നെ നൂല് തികയാതെ വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നൂലെടുത്തിട്ടുണ്ട്, ബാക്കി വരും എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള നൂലാണ്, അതുകൊണ്ട് ഞാൻ ഈ കട്ടിയുള്ള നൂലാണ് എടുത്തത്. നല്ലോണം റെഡി ആകുമ്പോൾ വിചാരിച്ചിട്ടാണ് കട്ടിയുള്ള നൂലെടുത്തത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ തീരെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല ടഫായിരുന്നു. അതിനുള്ളിലോട്ട് കയറ്റാൻ നല്ലൊരു പാടായിരുന്നു. മറ്റേ നൂലായിരുന്നു ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 10-20 നൂല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. ഇത് ഞാൻ വേറൊരു നൂലുകൊണ്ടാണ് ചെയ്യണത്. ഗ്രീന് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് ചെയ്യണത്. യെല്ലോവും റെഡും ഞാൻ പുതിയതാണ് ഗൈസ്. അങ്ങനെ നല്ല ടഫായിരുന്നു. അതിനുള്ളിലേക്ക് എന്താ പറയുക, സൂചിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് കയറ്റി നല്ല ടഫായിരുന്നു. അങ്ങനെ ഞാനിത് യെല്ലോ ഇങ്ങനെ ചെറിയൊരു ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ റെഡി ആവുമൊന്നുമില്ല, എന്നാലും ഞാനത് ചെയ്ത് നോക്കുകയാണ് ഗൈസ്. അങ്ങനെ കുളിച്ച് വന്നിട്ടുള്ള അതിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഷോർട്ട് ഹാഫ് കൈയൊക്കെ ഉള്ളത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ രാത്രി കിടക്കുന്ന ഒരു കോസ്റ്റ്യൂമാണല്ലോ. ദിവസം എനിക്ക് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് ഒരിക്കലും എനിക്ക് രാത്രി കിടക്കുമ്പോൾ കോസ്റ്റ്യൂമാക്കി ഇടാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിങ്ങനെ ചെയ്യണമെന്ന്. അതിന് മുമ്പേ 2-3 ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ബാക്കൊക്കെ ആകെ കൊള്ളായിട്ടുണ്ട്. ഇപ്പോൾ തികയാതെ വന്നുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ നൂലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആകെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ എനിക്ക് കഴിയുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. കുറേ നൂല് ബാക്കിയായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം പക്ഷേ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട്, നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി റെഡിയാക്കി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സർക്കിൾ ഞാൻ അടുത്തതൊക്കെ വാങ്ങും. ഇതൊക്കെയാണ് ഞാൻ കുറേ ചെയ്തത്. ഇതെൻ്റെ കസിൻ ചെയ്തതാണ്. ഇത് 2 ചെയ്തിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ കുറവാണ് കേട്ടോ. അപ്പം സമയം 10:50. ഇപ്പം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയം 10:50 കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷൂട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.